MEG 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദ ദളിത് കാനൻ. The Dalit canon, a complex and evolving concept. The Dalit canon refers to the body of literature written by Dalits, people who have been historically marginalized and oppressed in India. The term Dalit means crushed or broken, and it reflects the experiences of people who have been subjected to caste-based discrimination and violence. ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ദളിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ധാരാളം കാസ്റ്റുകൾ നമ്മളുടെ ഇന്ത്യയിലുണ്ട്. ഇതിലേറ്റവും ലോ കാസ്റ്റാണ് ദളിത് എന്ന് നമ്മളിവിടെ ഓൾറെഡി ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് ഇന്ത്യൻ മൈൻഡ് സെറ്റ്. അപ്പോൾ ഈ ആൾക്കാർ ഹിസ്റ്റോറിക്കലി സ്പീക്കിംഗ് ധാരാളം വേദനകൾ, സഫറിങ്സ്, സ്ട്രഗിൾസ് ഒക്കെ ഗോൺ ത്രൂ ആണ് ഈ ദളിത് വ്യക്തികൾ. അപ്പോൾ ഇവർക്ക് എന്ത് വേണം? ഫ്രീഡം വേണം. എവിടെ നിന്ന്? ഓൾറെഡി ഇന്ത്യയിൽ ഫ്രീഡം ഉണ്ട്. പക്ഷെ അവർക്ക് എന്തിൽ നിന്നാണ് ഫ്രീഡം വേണ്ടത്? ഇവരെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു ലോ കാസ്റ്റ് അല്ലെങ്കിൽ അൺടച്ചബിൾസ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ മാറ്റി നിർത്തുന്നുണ്ട് അല്ലേ? ടേം ദളിതിൻ്റെ അർത്ഥം തന്നെ ക്രഷ്ഡ്, ബ്രോക്കൺ എന്നൊക്കെയാണ്. അപ്പോൾ ഈ ആൾക്കാരുടെ ഈ സാഹചര്യങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അവർ പോരാടുന്നതാണ് ദളിത് കാനനിൽ കൂടെ അല്ലെങ്കിൽ ദളിത് ലിറ്ററേച്ചറിൽ കൂടെ. ഓക്കെ, അങ്ങനെ പറയാം നമുക്ക്. അപ്പോൾ ഇവർക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ദളിത് വ്യക്തികൾ. ഇവർക്ക് അതിൽ നിന്നും ഒരു മോചനം നേടാനായിട്ടാണ് ഇവർ ദളിത് ലിറ്ററേച്ചേഴ്സ് എഴുതാൻ തുടങ്ങുന്നത്. ദളിതിൻ്റെ ലിറ്ററേച്ചറിൽ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസസ്, അവർ ഗോൺ ത്രൂ കുറേ സഫറിങ്സ്. അപ്പോൾ അത് ഒരു ദളിതിന് മാത്രമേ ദളിത് ലിറ്ററേച്ചർ എഴുതാൻ പറ്റൂ എന്ന് പോലും പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസസ് ഓഫ് സ്ട്രഗിൾസ് ആൻഡ് സഫറിങ്സ് ആണ്. അവരുടെ വേദനകളും വിഷമങ്ങളും എക്സ്പീരിയൻസുകളും ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ഈ ദളിത് ലിറ്ററേച്ചറിൽ എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പം എന്താണ് ദളിത് ലിറ്ററേച്ചർ എന്ന് മനസ്സിലായി. ഇനി ഡിഫൈനിങ് ദ ദളിത് കാനൻ. Defining the Dalit canon is a complex task as it involves understanding the social, political and economic context in which Dalit literature is produced. Dalit literature is not just about writing about Dalit experiences, it's about writing from a Dalit perspective with a deep understanding of the struggles and challenges faced by Dalit communities. ദളിത് കാനനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ദളിത് കാനനിൽ അവർ ഈ കൾച്ചറിനെ മാത്രമല്ല, സാധാരണയായിട്ട് നമ്മളുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിൻ്റെയും അവരുടെ കൾച്ചറിനെ കുറിച്ച്, അവരുടെ ലാംഗ്വേജിനെ കുറിച്ച് മാത്രമല്ല മീൻസ് അതിനെ ആണ് കൂടുതലും ബേസ് ചെയ്ത് എഴുതുന്നതാണ് ഈ പറയുന്ന കാനനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ടെക്സ്റ്റുകളും ആ ബുക്സുകളും. ഇവിടെ ദളിത് കാനനിൽ അപ്പോൾ എന്താണ് അവർ എഴുതിയിരിക്കുന്നത്? ഇവിടുത്തെ സോഷ്യൽ, പൊളിറ്റിക്കൽ, അതുപോലെ എക്കണോമിക് കോണ്ടെക്സ്റ്റുകളെ കുറിച്ചിട്ടാണ്. ഇവർക്കൊരു ഡിസ്ക്രിമിനേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ ഇവർ കംപ്ലീറ്റ് ഇന്ത്യയെക്കുറിച്ച് എഴുതുമ്പോൾ ഇവർ എവിടെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ഇവരുടെ കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എഴുതുന്നത്. അത് ബിക്കെയിം ടേൺഡ് ഇൻ ടു ദളിത് കാനൻ. ഓക്കെ, അപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്, ഒരു കൺട്രിയിലാണ് അല്ലേ? അപ്പോൾ കൺട്രിയുടെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കുറിച്ച് അവരുടെ കംപ്ലീറ്റ് സൊസൈറ്റിയിൽ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ വേസിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അവരുടെ സ്ട്രഗിൾസ്, സഫറിങ്സ് മാത്രമായിരിക്കും അതിൽ? ഒരിക്കലും അല്ല. അവരുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടുണ്ട്. ഓക്കെ, അവരെന്തിനാണ് ഇത് എഴുതിയിരിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടി കലർന്നിട്ടാണ് ദളിത് കാനനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Dalit literature is characterized by its focus on the lived experiences of Dalits, its critique of caste-based oppression, and its commitment to social justice. It's a literature that is rooted in the everyday struggles of Dalit people, and it seeks to challenge the dominant narratives that have perpetuated caste-based inequality. നമുക്ക് ഓൾറെഡി മനസ്സിലായി ദളിത് ലിറ്ററേച്ചർ എന്തിനാണ് എഴുതിയിരിക്കുന്നത്. അവർക്ക് ഒരു ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിക്വാലിറ്റി എന്ന് പറയുന്ന ഇവർക്ക് ഒട്ടും തന്നെ തുല്യത നൽകിയിരുന്നില്ല. അങ്ങനെയാണ് ഇവർ ഡിസ്ക്രിമിനേറ്റഡ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു മോചനം അവർ ലിറ്ററേച്ചറിൽ കൂടെ പൊരുതി നേടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
The philosophy of Dr. B.R. Ambedkar, a key leader of the Dalit movement, plays a significant role in shaping Dalit literature. Ambedkar's ideas about equality, liberty, and fraternity are central to Dalit literature, and his critique of caste-based oppression continues to inspire Dalit writers. ദളിത് ലിറ്ററേച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ദളിത് ക്യാനനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം ഓടിയെത്തേണ്ട ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം ഡോക്ടർ ബി ആർ അംബേദ്കർ. അദ്ദേഹം നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹിസ് സിഗ്നിഫിക്കൻറ്റ് റോൾ ദാറ്റ് ഹി ഹാസ് പ്ലേഡ് ഇൻ ഈ പറഞ്ഞ ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്. അതുകൊണ്ട് തന്നെ ധാരാളം ദളിത് റൈറ്റേഴ്സിനെ അദ്ദേഹം ഇൻസ്പയർ ചെയ്തിട്ടുമുണ്ട്. The Dalit canon is a complex and evolving concept that reflects the struggles and challenges faced by Dalit communities. It's literature that is committed to social justice, and it seeks to challenge the dominant narratives that have perpetuated caste-based inequality. As Dalit literature continues to grow and evolve, it's essential to recognize its unique aesthetic and literary values and to support the development of a Dalit canon that reflects the diversity and richness of Dalit experiences. അപ്പോൾ ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ദളിത് കമ്മ്യൂണിറ്റിയുടെ സ്ട്രഗിൾസും സഫറിങ്സും ഒക്കെ കൂടി കലർത്തി എഴുതിയിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട് അവർക്കൊരു സമൂഹത്തിൽ ജസ്റ്റിസ് നേടിയെടുക്കാനും അതുപോലെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇനിക്വാലിറ്റി ഒക്കെ മറികടക്കാൻ വേണ്ടിയിട്ടും അതായിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനെ ദളിത് ക്യാനനിലോട്ട് വരുമ്പോൾ ദളിത് ക്യാനൻ എന്ന് പറയുന്നത് ദളിത് വ്യക്തികളെ ദളിത് ലിറ്ററേച്ചറിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനും ദളിത് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ടും ഈ ഒരു സെറ്റ് ഓഫ് ബുക്സ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദളിത് പീപ്പിൾ, ദളിത് കമ്മ്യൂണിറ്റി, അത് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ദളിത് ക്യാനൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇതിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പേഴ്സണാലിറ്റി എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. ക്ലിയർ? വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ ചെയ്താൽ ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ഏതാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് മീ ബിലോ, ഐ വിൽ ട്രൈ ടു ഡു ഇറ്റ്. ഓക്കെ, MG10 ഫോക്കസ് ചെയ്താണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും വിഷയം ഇതിൽ നിങ്ങൾക്ക് ഇനിയും പഠിക്കാനുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ലെറ്റ് മീ ട്രൈ. So thank you for watching the video. We'll meet you with the next video. By then, take care and goodbye.